ഞാൻ എന്റെ അമ്മയുടെയും അമ്മമ്മയുടെയും കൂടെ ബാംഗ്ലൂരിൽ പോവാനേ. ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. ഈ കോക്കാം ബീച്ച് കാണിക്കുന്നത് എന്റെ മാമനാണേ. എന്റെ അച്ഛനാകട്ടെ എന്നെ ഒന്ന് നോക്കിക്കള. എന്തൊരു ചാടയാണ് ഈ മനുഷ്യന്. ആദ്യം തന്നെ എന്റെ അമ്മമ്മ എന്റെ ശ്രദ്ധ തിരിച്ച് എന്നെ കരയിപ്പിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. ക്യാബിന്റെ പുറത്തു വരെ കൊണ്ടു നടന്ന് ഉറക്കാൻ ശ്രമിച്ചു. ബോറടിച്ചപ്പോ എന്റെ അമ്മയുടെ കയ്യിൽ ഞാൻ കുറച്ചു നേരം പോയിരുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ എന്റെ തനി സ്വഭാവം എടുത്തു ഗൈസ്. ബഹളമെല്ലാം കഴിഞ്ഞപ്പോ ക്ഷീണിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. പാവം ഞാൻ. ഉറക്കമെല്ലാം കഴിഞ്ഞ് എണീറ്റപ്പം അമ്മയും അമ്മമ്മയും കൂടെ എന്റെ ഔട്ട്ഫിറ്റ് എല്ലാം മാറ്റി പുതിയ കോസ്റ്റ്യൂം ഇട്ടു തന്നു. ഇതിങ്ങനെ ഇരട്ടത്ത് കത്തിച്ചു വെച്ചാൽ പുതിയ ടോയ് ആണെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുമെന്നാണ് എന്റെ തള്ളയുടെ വിചാരം. പക്ഷെ ഞാനാരാ മോൻ. അങ്ങനെ ഇരുന്നപ്പോ മോളിലായിരുന്നു എന്റെ കണ്ണുടക്കി. പുതുതായി കാണുന്ന ആർട്ട് എടുക്കലും അങ്ങനെ പോകാത്ത എന്റെ പ്രതികരണം കണ്ട അമ്മയും അമ്മമ്മയും അത്ഭുതപ്പെട്ടു. എന്താ അല്ലേ. അങ്ങനെ നേരം വെളുത്തപ്പോ ബാംഗ്ലൂർ എത്തി ഗൈസ്. കാന്റോൺമെന്റ് സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. എത്തിയപ്പോ തന്നെ ചക്കക്കൂട്ടാൽ ഈച്ച പൊരിയുന്ന പോലെ ഓടി വന്ന ഓട്ടോ ഡ്രൈവർമാരെ കണ്ട് ഞാൻ ഞെട്ടി. അവരെയൊക്കെ പറ്റിച്ച് ഞങ്ങൾ ഒരു ഊബറും വിളിച്ച് അവിടുന്ന് യാത്രയായി. ഉറക്കപ്പിച്ചിലായിരുന്നതുകൊണ്ട് എനിക്ക് എന്തോ ഒരു മൂഡില്ലായിരുന്നു ഗൈസ്. ബാംഗ്ലൂരാണത്ര ബാംഗ്ലൂർ. 10 കിലോമീറ്റർ പോകാൻ 1 മണിക്കൂറെങ്കിലും വേണം. എന്തോ എന്റെ സങ്കല്പത്തിലെ ബാംഗ്ലൂർ ഇതല്ലായിരുന്നു.